കോൺഗ്രസ് പാർട്ടിയെ രൂക്ഷമായി വിമർശിച്ച് ബി.ജെ.പി. നേതാവും കേന്ദ്രമന്ത്രിയുമായ ധർമ്മേന്ദ്ര പ്രധാൻ. നാണമോ ഉത്തരവാദിത്തമോ ഇല്ലാത്ത പാർട്ടിയാണ് കോൺഗ്രസ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പ്രധാനമായും ഇന്ത്യ സഖ്യത്തെ കടന്നാക്രമിച്ചാണ് അദ്ദേഹം രംഗത്ത് വന്നതും. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: കോൺഗ്രസിന്റെ ഓരോ പ്രവൃത്തികളും ജനങ്ങൾ വിലയിരുത്തുകയും തുറന്നുകാട്ടുകയും ചെയ്തിട്ടുണ്ട്. പാർലമെന്റിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കോൺഗ്രസിന്റെ യഥാർത്ഥ മുഖം വെളിപ്പെടുത്തി. അവർക്ക് നാണമോ ഉത്തരവാദിത്തങ്ങളോ ഇല്ല. പ്രധാനമന്ത്രി സത്യങ്ങൾ വിളിച്ചു പറയുമ്പോഴും ഇതേ മനോഭാവമായിരുന്നു കോൺഗ്രസ് പുലർത്തിയിരുന്നത്. ഇന്ത്യയിലെ ജനങ്ങൾക്ക് കോൺഗ്രസിന്റെ യഥാർത്ഥ നിറമെന്തറിയാമെന്നും ജനങ്ങൾ അത് ഓരോ തവണയും തുറന്നു കാട്ടിയിട്ടുണ്ട് എന്നും ധർമ്മേന്ദ്ര പ്രധാൻ പറഞ്ഞത്. ഭരണഘടനയോട് കോൺഗ്രസ് അനാദരവ് കാണിക്കുകയാണ്. ഭരണഘടനയുടെ പ്രാധാന്യം കുറയ്ക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയാണ്. കോൺഗ്രസിന്റെ ചരിത്രത്തിൽ തന്നെ ഭരണഘടനയെ അവഹേളിക്കുന്ന നിരവധി സംഭവങ്ങൾ കാണാമെന്നും അദ്ദേഹം വ്യക്തമാക്കി. പ്രധാനമന്ത്രി സത്യങ്ങൾ തുറന്നു കാണിക്കാൻ ശ്രമിക്കുമ്പോൾ അതിനെതിരെ മുഖം തിരിക്കുന്ന മനോഭാവമാണ് കോൺഗ്രസിനുള്ളതെന്നും ധർമ്മേന്ദ്ര പ്രധാൻ പറഞ്ഞു. പരാജയപ്പെടുമെന്ന് ഉറപ്പായപ്പോൾ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച പ്രധാനമന്ത്രി ഇന്ത്യക്കുണ്ടായിരുന്നുവെന്നും പ്രധാനമന്ത്രി കോൺഗ്രസിനെ ഓർമ്മപ്പെടുത്തിയിരുന്നു. ഭരണഘടനയെ ആക്രമിക്കുന്നതിന് കുടുംബം മുഴുവനും ഒരേ ദിശ തിരഞ്ഞെടുക്കുന്നതാണ് എന്നും അത് പിതാവിന്റെ വഴിയാണ് മകളും മകനും എല്ലാം തിരഞ്ഞെടുത്തതെന്നും പ്രധാനമന്ത്രി വിമർശിച്ചിരുന്നു. അതേസമയം ഒരു കുടുംബം അതിന്റെ പ്രയോജനത്തിനായി രാജ്യത്ത് മുഴുവൻ കാൽക്കീഴിൽ നിർത്തുകയാണ്. കോൺഗ്രസിനെതിരെ രൂക്ഷ വിമർശനവുമായി കേന്ദ്ര പ്രതിരോധ മന്ത്രിയായ രാജ്നാഥ് സിംഗും രംഗത്ത് വന്നിരുന്നു. അവസരം കിട്ടുമ്പോഴെല്ലാം തന്നെ മോദി സർക്കാരിനെയും ബി.ജെ.പിയും കുറ്റം പറയുന്ന കോൺഗ്രസ് അവരുടെ കഴിവുകേട് മനസ്സിലാക്കുന്നില്ല. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളെ അഭിസംബോധന ചെയ്യുമ്പോൾ പരിവാർ ജനോ എന്ന് ആവർത്തിച്ച് പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം. ഞങ്ങൾ രാജ്യത്തെ മുഴുവൻ ജനങ്ങളുടെ കുടുംബമായി കണക്കാക്കുന്നു. അതേസമയം ഒരു കുടുംബത്തിന്റെ നേട്ടത്തിനായി രാജ്യത്ത് മുഴുവൻ നേതാക്കളുടെ കാൽക്കൽ നിർത്തിയ ചിലരുണ്ട് എന്നും അദ്ദേഹം കോൺഗ്രസിന്റെയും നെഹ്റു ഗാന്ധി കുടുംബത്തെയും പരോക്ഷമായി പരാമർശിച്ചുകൊണ്ട് പറഞ്ഞു. ഇവിടെയാണ് ഇരു പാർട്ടികളും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കേണ്ടതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. പ്രധാനമന്ത്രി മോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ ജനങ്ങളുടെ ക്ഷേമത്തിനും രാജ്യത്തിന്റെ പുരോഗതിക്കുമായി സേവന ബോധത്തോടെ പ്രവർത്തിക്കുന്നുണ്ട് എന്നും സിംഗ് പറഞ്ഞു. ഞങ്ങളുടെ വഴികാട്ടിയായ പണ്ഡിറ്റ് ദീൻ ദയാൽ ഉപാധ്യായ അന്ത്യോദയയുടെ സന്ദർശനവും സമഗ്രമായ മാനവികതയുടെ തത്വചിന്തയും ഞങ്ങൾക്ക് നൽകി. കൂടാതെ പുരോഗതി സമൂഹത്തിലെ അവസാനത്തെ വ്യക്തിയിലും എത്തുന്ന സമയം വരെ ഞങ്ങൾ പ്രവർത്തനം നടത്തുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇതിനു പുറമെ പണ്ഡിറ്റ് ദീൻ ദയാൽ ഉപാധ്യായയുടെ ചിന്തയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് 2014 കേന്ദ്രത്തിൽ അധികാരമേറ്റ ഉടൻ തന്നെ തന്റെ സർക്കാർ രാജ്യത്ത് പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കപ്പെട്ടതാണ് എന്ന് പ്രധാനമന്ത്രി മോദി പറഞ്ഞതായി സിംഗ് പറഞ്ഞു. സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായി 25 കോടി ജനങ്ങൾ ദാരിദ്ര്യരേഖയിൽ നിന്ന് വളരെ വേഗത്തിൽ കരകയറിയത് ഈ സർക്കാർ സ്വീകരിച്ച നടപടിയുടെ ഫലമാണ് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സമൂഹത്തിൽ ഇപ്പോഴും ദാരിദ്ര്യം, നിരക്ഷരത, വിവേചനം, മറ്റു വെല്ലുവിളികൾ എന്നിവ നേരിടുന്ന വിവിധ വിഭാഗങ്ങൾ ഉണ്ട് എന്നും സിംഗ് പറഞ്ഞു. അവരുടെ ഉന്നമനത്തിനായി ഒന്നിച്ച് പ്രവർത്തിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.